ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇത് തന്നിരിക്കുന്നത് അസറ്റ്സ്, ക്യാപിറ്റൽ, ലയബിലിറ്റീസ്, ഇങ്ങനെ ഓരോ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ് ഇവർ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അതിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഉള്ള അസറ്റ്സ് ഒന്നില്ലെങ്കിൽ നമ്മൾ കടത്തിന് വാങ്ങിയതാവും, അല്ലെങ്കിൽ എന്താണ് ഓണർ കൊണ്ടുവന്നതാവും ക്യാപിറ്റലായിട്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കടത്തിന് വാങ്ങിയതാവും. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അപ്പൊ ഇത് ഈ ലയബിലിറ്റീസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? 2,50,000 മൈനസ് 140,000 നമുക്ക് എന്ത് കിട്ടും? 110,000. അതായത് 1,10,000 നമുക്ക് എന്ത് കിട്ടും? ലയബിലിറ്റീസ് കിട്ടും. പിന്നെ ഏതാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ തന്നിട്ട് ലയബിലിറ്റി തന്നിട്ട് രണ്ടും കൂട്ടി എഴുതുക. 2,79,000 കിട്ടും. പിന്നെ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെ ക്യാപിറ്റലും കിട്ടും. ഇങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യുക. ഇതിന്റെ സെയിം ഒരു ക്വസ്റ്റ്യൻ വേറെ അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്. പ്രിപ്പയർ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഹർഷ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇങ്ങനെ തന്നു. അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാവും. ട്രാൻസാക്ഷൻ എന്താന്ന് വെച്ചാൽ അത് എഴുതുക. അസറ്റ്സ്, ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇവിടെ നമുക്കുണ്ടല്ലോ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് എഴുതിയാലും മതി. എന്നിട്ട് ക്യാഷ് വന്നു, അതുപോലെ തന്നെ ക്യാപിറ്റൽ വന്നു. ഈ അസറ്റ് സൈഡും ഈ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ സൈഡും ഈക്വൽ ആയിരിക്കണം. എപ്പോഴും ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും അത് ഈക്വൽ ആയിരിക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? പർച്ചേസ്ഡ് ഗൂഡ്സ് ഫ്രം നമൻ ഫോർ ക്യാഷ് 40,000. പർച്ചേസ്ഡ് ഗൂഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ? ക്യാഷ് നമ്മുടെ ഇത് പോയി, അതുപോലെ തന്നെ സ്റ്റോക്ക് കൂടി, പിന്നെ ക്യാപിറ്റൽ അതേ അങ്ങനെ തന്നെ എഴുതി വെക്കുക. പിന്നെ സോൾഡ് ഗൂഡ്സ് ടു ബാനു കോസ്റ്റിംഗ് ₹10,000. നമ്മൾ ഗൂഡ്സ് വിൽക്കുകയാണ്. അപ്പൊ എന്തുണ്ടാവുക? ഗൂഡ്സ് അതായത് സ്റ്റോക്കിന്ന് 10,000 ഗൂഡ്സ് പോയി. പിന്നെ ബാനു എന്ന് അവിടെ പേരാണ് പറഞ്ഞിട്ടുള്ളൂ, ക്യാഷ് തന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് പേരാണ് തന്നിട്ടുള്ളൂ എങ്കിൽ അതിനർത്ഥം ക്രെഡിറ്റ് സെയിൽ ആണ് നടക്കുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് ഡെപ്റ്റേഴ്സ് കൂടി. അതായത് ബാനു എന്ന് പറഞ്ഞ ആള് നമുക്ക് പൈസ തന്നിട്ടില്ല, ആള് നമ്മുടെ ഡെറ്റർ ആണ്. അപ്പൊ ഡെപ്റ്റേഴ്സിന് ഒരു കോളം ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം. ശരിക്കും അത് 12,000-നാണ് നമ്മൾ വിറ്റിരിക്കുന്നത് കേട്ടോ. 10,000 ആയിരുന്നു അതിന്റെ കോസ്റ്റ്. അത് നമ്മൾ എത്രയ്ക്കാണ് വിറ്റിറക്കണത്? 12,000-നാണ് വിറ്റിറക്കണത്. അപ്പൊ നമുക്ക് അവിടെ 2,000 പ്രോഫിറ്റ് വന്നു. അതാണ് ഈ ക്യാപിറ്റലിൽ 2,000 എന്ന് കാണിച്ചിറക്കണം. അത് ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടല്ലോ 10,000-ന്റെ ഗൂഡ്സ് ആണ് 12,000-നാണ് വിറ്റ്, അങ്ങനെയൊക്കെ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും. ഇതുപോലെയല്ല തന്നിട്ടുണ്ടാവുക. പിന്നെ നെക്സ്റ്റ് എന്താ പറയണത്? ബോട്ട് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ്. ഫർണിച്ചർ നമ്മൾ വാങ്ങി, അപ്പൊ അവിടെ ഇൻക്രീസ് ചെയ്യുക 7,000. ഫർണിച്ചർ അസറ്റിന്റെ അവിടെ ഇൻക്രീസ് ആയി. ക്യാഷ് നമ്മൾ കൊടുത്തുണ്ടോ? ഇല്ല. അപ്പൊ ക്യാഷിന്റെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യണ്ട. ഇനിയിപ്പോ ക്യാഷ് ആണ് കൊടുത്തതെങ്കിൽ 7,000 ക്യാഷിന്റെ അവിടെ മൈനസ് ചെയ്യണമായിരുന്നു. ഇപ്പൊ ഇവിടെ ഒന്നും ചെയ്യണ്ട, കാരണം നമ്മൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ്? നമ്മുടെ ലയബിലിറ്റീസ് അവിടെ ഇൻക്രീസ് ആവുകയാണ്. അപ്പൊ 7,000 ലയബിലിറ്റീസിന്റെ അവിടെ എഴുതുക. ഇനി എല്ലാം കഴിഞ്ഞ് നമ്മൾ ടോട്ടലാക്കി നോക്കുമ്പോണ്ടല്ലോ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലും അസറ്റ്സും ഈക്വൽ ആവും. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതും ഒരു ജേണൽ എൻട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നല്ലോ, അതിന് ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ്, അതിന്റെ എഫക്റ്റ് ഓൺ ബിസിനസ് അത് തന്നിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണത്തിന്റെ എഴുതണം. ഇതെങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആണ്. പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ്, നമുക്ക് മെഷീനറി വന്നു, കിട്ടിയല്ലോ. അപ്പൊ എന്താണ്? നമ്മുടെ അസറ്റ് കൂടി, അപ്പൊ ഇൻക്രീസ് ഇൻ അസറ്റ്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി,
പൈസ കൊടുത്തിട്ടാണ് നമ്മളത് വാങ്ങുന്നത്. അപ്പൊ ക്യാഷ് പോയി, ക്യാഷ് ഒരു അസറ്റ് ആണ്, ക്യാഷ് കുറഞ്ഞു, അപ്പൊ ഡിക്രീസ് ഇൻ അസറ്റ്. ഇനി സോൾഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ്. ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കടത്തിനാണ് കൊടുത്തിറക്കണം. നമ്മൾ കൊടുത്തു എന്നാണ് കേട്ടോ അർത്ഥം. സോൾഡ് ഗൂഡ്സ് ടു ഓൺ ക്രെഡിറ്റ് എന്നാണ്. അപ്പൊ എന്താണ്, നമ്മുടെ ഡെറ്റേഴ്സ് ഇൻക്രീസ് ആവുകയാണ്. നമ്മൾ ക്യാഷ്, നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ഒരു സെയിൽസ് നടന്നു, സോൾഡ് ഗൂഡ്സ് ഓൺ ക്യാഷ് എന്ന് പറയുമ്പോൾ എന്താണ് എൻട്രി വരിക? ക്യാഷ് നമുക്ക് കിട്ടി, ഇൻകം കൂടി, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് ആണ് വരിക. പക്ഷെ ഇവിടെ എന്താണ് വരിക? ക്യാഷിന് പകരം ഡെറ്റേഴ്സ് എന്നാണ് വരിക. ഓക്കെ, ഡെറ്റേഴ്സ് എന്താണ്? ഒരു അസറ്റ് ആണ്, അത് ഇൻക്രീസ് ആവുന്നു, നമ്മുടെ ഇൻകം കൂടുന്നുണ്ട്, സാധനം വിറ്റാൽ നമുക്ക് പൈസ കിട്ടൂല, അപ്പോൾ ഇൻകം കൂടുന്നുണ്ട്, അപ്പൊ എന്താണ്? ഇൻകം ഇൻക്രീസിന് എഴുതാം. അടുത്തത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ. നമ്മൾ ഒരാളുടെ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പൊ ആൾക്ക് നമ്മൾ പൈസ കൊടുക്കുകയാണ്, അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി, അപ്പൊ എന്താണ്? ഇൻക്രീസ് ഇൻ അസറ്റ്, അല്ല സോറി, ഡിക്രീസ് ഇൻ അസറ്റ്. പൈസ പോയല്ലേ, ഡിക്രീസ് ഇൻ അസറ്റ്. പിന്നെന്താണ്? ഡിക്രീസ് ഇൻ ലയബിലിറ്റി, നമ്മുടെ ബാധ്യത കുറഞ്ഞു, അപ്പൊ എന്താണ്? ഡിക്രീസ് ഇൻ ലയബിലിറ്റി. വേറെ കാര്യങ്ങൾ പിന്നെന്താ? ടീച്ചർ കണ്ടക്റ്റഡ് എ സെമിനാർ ഇൻ എ ക്ലാസ് ഓൺ ദ ടോപ്പിക് ബേസിക് അക്കൗണ്ടിംഗ് ടേംസ്. പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ എനി 8 അക്കൗണ്ടിംഗ് ടേംസ്. നമ്മളിപ്പോൾ ആദ്യം കുറച്ച് ടേംസ് ഡിസ്കസ് ചെയ്തല്ലോ, അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, അതൊക്കെ തന്നെയാണ് അക്കൗണ്ടിംഗ് ടേംസ് കേട്ടോ. നിങ്ങൾക്ക് വേറെ അറിയെങ്കിൽ അതും ചേർക്കാം. ഏതെങ്കിലും 8 എണ്ണത്തിനെ പറ്റിയിട്ട് നമ്മൾ എഴുതിയാൽ മതി. നമുക്ക് എന്താണ് പറയുന്നത് അത് എഴുതിയാൽ മതി അതിനെ പറ്റിയിട്ട്. അടുത്തതായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്. അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്, അതാണ് ഇവര് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഉത്തരം എഴുതുക എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പോയിന്റ്, ഒരു സെന്റൻസ് അങ്ങനെ വെച്ചിട്ട് എഴുതാം. റെലവെന്റ് ആയിരിക്കണം, അതായത് ആ പോയിന്റിന് പറ്റിയായിരിക്കണം നിങ്ങൾ സെന്റൻസ് എഴുതേണ്ടത്. അപ്പൊ ഞാൻ പോയിന്റ് എന്താണെന്ന് പറഞ്ഞുതരാം, എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിനെ കുറച്ച് എലോബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്, എത്ര പൈസ പോയി വന്നു എന്നതിനൊക്കെ ഒരു കണക്ക് വേണം. അപ്പൊ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മളിങ്ങനെ ഓരോന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാലാണ് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത പോയിന്റ് ടു മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ് ഓർ യൂസേഴ്സ്. ടു മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ് ഓർ യൂസേഴ്സ്. അതായത് നമ്മുടെ ബിസിനസ്സിനെ ചുറ്റിപ്പറ്റിയിട്ട് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന ഇൻഫോർമേഷൻ ആവശ്യമുള്ള കുറച്ച് യൂസേഴ്സ് ഉണ്ടാവും. അതായത് അത് അവർക്ക് ആവശ്യം ഉണ്ടാവും, പല രീതിയിൽ കുറച്ച് റിസർച്ചിനോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും അവർക്കത് ആവശ്യം ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ യൂസേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട്, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഏതൊക്കെയാണ് ചോദിച്ചിട്ട്, ആരൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരുവിധം വരുന്ന ചോദ്യമാണ്. അപ്പൊ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന്റെ പേര് പറഞ്ഞുതരാം. നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ബിസിനസിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണെങ്കിൽ അവര് പറയുന്നതാണ് ഇന്റേണൽ യൂസേഴ്സ്. ഫോർ എക്സാമ്പിൾ മാനേജ്മെന്റ്, എംപ്ലോയീസ്, ഓണേഴ്സ്, അവരൊക്കെ. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ്, അതായത് നമ്മുടെ കമ്പനിയുടെ ഉള്ളിലല്ലാത്ത പക്ഷെ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർക്ക് ആവശ്യമുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റേഴ്സ്, അതായത് നമ്മുടെ കമ്പനിയിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, കമ്പനിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അവർക്ക് അറിയേണ്ടി വരുമല്ലോ. അതായത് ഇപ്പൊ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക, അത് നല്ല കമ്പനി ആണെങ്കിൽ മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ല കമ്പനിയാണോ, എങ്ങനെയൊക്കെയാണ് അവരുടെ പോക്ക്, ലോസിലാണോ പോണത്, അതൊക്കെ അവർക്ക് അറിയേണ്ടി വരും ഇൻവെസ്റ്റേഴ്സിന്. പിന്നെ ഗവൺമെന്റ് ആണ്. അടുത്തത് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ലോണ് തരുന്ന ആൾക്കാർ.
ഈ ബിസിനസ്സിന് ലോൺ അടയ്ക്കാൻ പറ്റുമോ, പൈസ ഞാൻ കൊടുത്തപ്പോൾ തിരിച്ചു കിട്ടുമോ, അതൊക്കെ അവർക്ക് അറിയണ്ടേ. അപ്പൊ അവരും ഒരു ഇൻട്രസ്റ്റഡ് യൂസറാണ്. പിന്നെ കസ്റ്റമേഴ്സ്, ബാങ്കേഴ്സ്, റിസർച്ചേഴ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെയാണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. മനസ്സിലായോ? ഇനി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാം? പിന്നെ കുറെ എക്സാമ്പിൾസ്, ഓരോന്നിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞില്ലേ, ഫിക്സഡ് അസറ്റിന്റെ എക്സാമ്പിൾ, ടാൻജിബിൾ അസറ്റിന്റെ എക്സാമ്പിൾസ്, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ എന്താ കണ്ടോ, കറന്റ് അസറ്റ്സിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് ചോദിച്ചേക്കണം. പിന്നെ GST ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരും, അത് ചെറിയ രീതിയിൽ തന്നെ വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയും മതി അല്ലേ? ഐ തിങ്ക് ദിസ് ഇസ് ഇനഫ്. എനിക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും കുറച്ചാക്കിയത് കേട്ടോ. ഇത് എന്തായാലും വരും എന്ന് എനിക്ക് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എനിക്കറിയില്ല കംപ്ലീറ്റ്ലി പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും. എനിവേ, I hope this is helpful for you guys. Thanks for watching.